കേരളത്തിൽ നമ്മൾ 2020-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിരുന്നു. നേരത്തെ വർഗീസ് സാറിൻ്റെ കാര്യം വന്നുകൊണ്ട് പല പല ഇൻട്രസ്റ്റുകളുണ്ട്. ഇതിലെല്ലാം ഞാൻ പോയി ട്രൈ ചെയ്യാറുണ്ട്. സോ ആസ് ഐ ഓൾവേസ് ഓപ്പൺ ടു എക്സ്പീരിയൻസസ്, ഐ ഓൾവേസ് വാണ്ടഡ് ടു ട്രൈ ന്യൂ തിങ്സ്. അപ്പോൾ ആ സമയത്ത് ഈ സിവിൽ സർവീസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ CSRന്റെ സാധ്യത എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കോർ കോമ്പറ്റൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ യുവജനങ്ങളാണ്. അപ്പോൾ അത്രയും വലിയൊരു പോപ്പുലേഷൻ, യൂത്ത് ബൾജ് നമുക്കിപ്പോൾ ഉണ്ട്. സോ എന്തുകൊണ്ട് ഈ കോർ കോമ്പറ്റൻസ് ഉപയോഗിക്കാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിക്കൂടാ, അവരുമായിട്ടൊരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ എന്തുകൊണ്ട് പറ്റിക്കൂടാ, അതിലൂടെ വലിയ വലിയ കാര്യങ്ങൾ സാധ്യമാക്കാൻ പറ്റിയാലോ എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നപ്പോൾ we wanted to start a community in the initial days. അങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് പേര് ഒരുമിച്ച് വന്നു. ഞാൻ മാത്രമല്ല, പക്ഷേ ഈ പുരസ്കാരം ഇതിൻ്റെ ആദരവ് ഏറ്റുവാങ്ങേണ്ട മറ്റു ചിലർ കൂടെ ആ ഓർഗനൈസേഷൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് കൂടിയായിരിക്കും ഇവിടെ നിൽക്കുന്നത്. സോ അങ്ങനെ നമ്മളൊരു ചെറിയ തോട്ടിൽ നിന്നാണ് തുടങ്ങിയത്. തോട്ട് വാസ് വെരി സിമ്പിൾ. ഡ്രീമേഴ്സ് ആവാൻ എല്ലാവർക്കും പറ്റും. വൈ ഡോണ്ട് വി ബിക്കം ഡൂവേഴ്സ്? ഡുവേഴ്സ് ആവാനായിട്ടുള്ള പ്ലാറ്റ്ഫോം ഇവിടെ വളരെ കുറവാണ്, പ്രത്യേകിച്ച് യൂത്ത് സെഗ്മെന്റിന്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് കൈറ്റ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിൻ്റെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. കേരളത്തിന് പുറത്തേക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ കേരള സർക്കാരുമായിട്ട് അല്ലാണ്ട് കോർപ്പറേറ്റ് സെഗ്മെന്റുമായി ചേർന്ന് നമ്മൾ ചെയ്തു. അതിനെല്ലാം നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. വളരെ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടുള്ള ചില ഇനിഷ്യേറ്റീവ്സ് ചെയ്യാൻ പറ്റി. ചാരിറ്റി, മമ്മൂക്കാരുടെ ഓർഗനൈസേഷൻ, ദുൽഖർ സാറിൻ്റെ ഓർഗനൈസേഷനൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റി. You are watching Malanar TV India, the first national integration channel.